എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കറ്റാർവാഴ കൊണ്ട് ഒരു അടിപൊളി സോപ്പ് ഉണ്ടാക്കുകയാണ്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും ഷെയറും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കറ്റാർവാഴ സോപ്പിൻ്റെ നിർമ്മാണത്തിന് ആദ്യമായി തന്നെ നമ്മൾ കറ്റാർവാഴ എടുക്കുകയാണ്. ഒന്നെങ്കിൽ നമുക്ക് വലിയ കറ്റാർവാഴ 2 എണ്ണമോ അല്ലെങ്കിൽ ചെറുത് 4 എണ്ണമോ നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മളതിനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഒരല്പം പോലും ചെളിയില്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കണം. പിന്നീട് അതിൻ്റെ സൈഡിൽ വരുന്ന മുള്ളു പോലിരിക്കുന്ന പോർഷൻ നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം. ഇരുവശവും നന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അതിനെ ചെറിയതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് ആ മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ട് ഈ സ്ലൈസ് ചെയ്തിരിക്കുന്ന കറ്റാർവാഴ എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് നല്ല പൾപ്പ് പോലെ നമുക്കിതിനെ കിട്ടും. ഈ പൾപ്പ് രൂപത്തിലുള്ള സാധനത്തെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ഒരല്പം പോലും തരിയില്ലാത്ത രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ആദ്യമേ വലിയ അരിപ്പ് ഇട്ടതിന് ശേഷം തുണി ഉപയോഗിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒട്ടും തരിയില്ലാതെ നമുക്കിതിനെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഏകദേശം ഇങ്ങനെ ഇരിക്കും നമ്മുടെ പൾപ്പ്. ഇനി നമുക്ക് ഇതിനെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ 2 സോപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ പിയേഴ്സിൻ്റെ 2 സോപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സോപ്പിനെ നമുക്ക് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. സ്ലൈസ് ചെയ്യുന്ന ഏത് കണത്തിനും വെള്ളം നമുക്കതിനെ സ്ലൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ സോപ്പിൻ്റെ pH ലെവൽ എന്തോരം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് pH പേപ്പറാണ്. ഈ pH പേപ്പറിലേക്ക് നമ്മുടെ സോപ്പ് വെച്ച് ഉരയ്ക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതെന്തോരം pH ഉണ്ട് എന്നുള്ളത്. നമുക്കിവിടെ ഡാർക്കായിട്ടുള്ള ഗ്രീൻ കളറാണ് നമുക്ക് pH കിട്ടിയിരിക്കുന്നത്. എനിക്കൊന്ന് 6-7 തോന്നുന്നു ആ ലെവലിൽ വരുന്നത്. 6ഉം 7ഉം അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത് 8ആണ് pH ലെവലിൽ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോപ്പ് ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഗ്യാസ് കത്തിക്കുകയാണ്. ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ പാത്രം വെക്കുന്നു. പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വെള്ളം ചൂടായതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മളൊരു പാത്രം വെക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ആ പാത്രം ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് തീ കൊടുത്തല്ല സോപ്പിനെ അലിയിച്ചെടുക്കുന്നത്. ഈ ഒരു ചൂടുകൊണ്ടാണ് നമ്മൾ സോപ്പിനെ അലിയിച്ചെടുക്കുന്നത്. ഒരല്പം പോലും വെള്ളം ഇതിൽ ചേരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് സോപ്പിനെ ആ pH ലെവൽ തന്നെ നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്ന പ്രധാന ഘടകം. നമുക്ക് ഏകദേശം ഇതൊക്കെ അരിഞ്ഞു വരുന്ന ഒരു സമയമായിട്ടുണ്ട്. ഇനി നമുക്കിനൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ അതിൽ അലിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഒരു വെള്ളം പോലെ ഒരു രീതിയിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറ്റാർവാഴയുടെ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. ചൂട് ആറുന്നതിന് മുൻപ് തന്നെ നമ്മളിത് ചെയ്യണം. അധികം ഫ്ലെയിമിലല്ല, ലോ ഫ്ലെയിമിലാണ് ഇതിപ്പോൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ മിക്സ് റെഡിയാണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാൻ pH ഉണ്ട്. നമുക്ക് നമ്മുടെ സോപ്പിനുള്ള pH തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ആറാൻ വേണ്ടി വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വീട്ടിലൊക്കെ ഐസ്ക്രീം മേടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കണ്ടെയ്നർ സെറ്റാണ് ഈ കാണുന്നത്. ഇതിന് നമ്മൾ ആദ്യമേ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ആ വെള്ളത്തിൻ്റെ അകത്തോട്ടാണ് ഇത് ഇറക്കി വെക്കുന്നത്. കാരണം ചൂട് കൂടിക്കഴിഞ്ഞാൽ അത് ഉരുകിപ്പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കുറച്ച് ആറിയതിന് ശേഷം നമുക്ക് അതിനെ പഴയ രീതിയിൽ തന്നെ, അതായത് വെള്ളമില്ലാതെ പുറത്ത് എടുത്ത് വെച്ച് തണുപ്പിക്കാവുന്നതാണ്. തണുപ്പിക്കാനായിട്ട് നമ്മൾ മാറ്റുന്ന സമയത്ത് നമുക്ക് അതിന് മുകളിൽ ഒരു പത പോലെ ഉണ്ടാകാറുണ്ട്. ആ പത ഒഴിവാക്കാനായിട്ട് നമുക്ക് വെള്ളം അതിന് മുകളിലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ഒരു പ്രശ്നം സോൾവ് ആകുന്നതാണ്. അങ്ങനെ ഏകദേശം 12 മണിക്കൂറിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് പുറത്തോട്ട് നോക്കാം. നമ്മുടെ കറ്റാർവാഴ സോപ്പ് റെഡി ആയിട്ടുണ്ട്.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും ഷെയറും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനൊരു കറ്റാർവാഴ കൊണ്ടൊരു സോപ്പ് ഉണ്ടാക്കുക. തികച്ചും നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സോപ്പ് തന്നെയാണ്. അപ്പം ഇതുപോലുള്ള പുതിയ വീഡിയോ വേണ്ടി ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.